بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരിമാരെ, അൽഹംദുലില്ലാ, നമ്മൾ കാത്തിരുന്ന ഒരു മാസം നമ്മളിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ അതിഥി നമ്മുടെ വീട്ടിലെത്തിയിരിക്കുന്നു. ഈ അതിഥി സൽക്കാരത്തിന്റെ ദിവസങ്ങളാണ്. ഒരു 30 ദിവസമാണ് ആ അതിഥി വിരുന്നുകാരൻ നമ്മുടെ കൂടെ ഉണ്ടാവുക. 30 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ സുദീർഘമായൊരു കാലമല്ല, എണ്ണപ്പെട്ട ദിവസങ്ങളാണ് റമദാൻ. അയ്യാമൻ മഅദൂദ, എണ്ണപ്പെട്ട കുറച്ച് ദിവസങ്ങൾ എന്നാണ് റമദാനെ പറ്റിയിട്ട് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, റമദാൻ പെട്ടെന്ന് തീർന്നു പോകും. നമ്മൾ കണ്ണ് ചിമ്മുന്ന വേഗത്തിൽ ഈ 30 ദിവസങ്ങളും നമ്മളോട് സലാം പറഞ്ഞ് തിരിച്ചു പോകും. ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്ന അന്ന് നമ്മൾ പരസ്പരം പറയും, എത്ര പെട്ടെന്നാണ് ഈ 30 ദിവസങ്ങൾ തിരിച്ചു പോയത് എന്ന്. ദിവസങ്ങൾ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആയുസ്സും അങ്ങനെയാണ്, നമ്മുടെ ജീവിതവും അങ്ങനെയാണ്. ഒരു 40-50 വയസ്സായ ഒരാൾക്ക് തോന്നുന്നത് ഞാൻ ഇന്നലെ വന്നിട്ടുള്ളൂ എന്നാണ്. 38 വയസ്സായ ഒരാൾക്ക് തോന്നുന്നത് കഴിഞ്ഞ 37 വർഷങ്ങൾ ഇന്നലെ തീർന്നത് പോലെയാണ്. ഇനി നമ്മള് മരിക്കാൻ കിടക്കുമ്പോൾ, നമ്മുടെ മരണത്തിന്റെ കട്ടിലിൽ കിടക്കുമ്പോൾ നമുക്ക് തോന്നുക നമ്മൾ ഇന്നലെ വന്നവരെ പോലെയാണ്. ഇപ്പൊ വളരെ കുറഞ്ഞ കാലമാണ് റമദാൻ ഉള്ളത്, അതുപോലെ തന്നെ വളരെ കുറഞ്ഞ കാലമാണ് നമ്മുടെ ജീവിതവും ഉള്ളത്. ഇപ്പൊ പ്രിയപ്പെട്ടവർ, ഈ ചുരുങ്ങിയ കാലത്ത് ജീവിതത്തിനടക്ക് നമുക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട്. നമ്മുടെ സ്വപ്നം നമ്മൾ ഒരിക്കലും മറക്കരുത്. സ്വർഗത്തിലെത്തുക, നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടുക. അങ്ങോട്ടുള്ള യാത്രയിലും പരിശ്രമത്തിലുമാണ് നമ്മൾ ഓരോരുത്തരും. അള്ളാഹു നമ്മളെ ആ ലക്ഷ്യത്തിലെത്താൻ, ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, റമദാൻ അത് ഖുർആനിന്റെ മാസമാണല്ലോ. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ. അള്ളാഹു ഖുർആൻ ഇറക്കിയ മാസമാണ് റമദാൻ. ഈ മാസത്തിൽ നമ്മൾ ഖുർആനിന് കൂടുതൽ ശക്തിയിൽ ചേർത്ത് പിടിക്കണം. ഇപ്പൊ ഇമാം മാലിക് റഹിമഹുല്ലാഹു തആലക്ക് റമദാൻ വന്നാൽ പിന്നെ ബാക്കിയുള്ള ദർസുകളൊക്കെ നിർത്തുന്നാണ്. ഹദീസൊക്കെ നിർത്തി പിന്നെ ഖുർആനിന് വേണ്ടി ഒഴിഞ്ഞിരുന്നു. ഖുർആൻ പാരായണവും അതിന്റെ തദബ്ബറും തഫ്സീറുകളൊക്കെ ആയിട്ട് ഒതുങ്ങിക്കൂടിയിരുന്നു എന്നൊക്കെ ഇമാം മാലിക് റഹിമഹുല്ലാഹു തആലയുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. റമദാനിൽ ഒറ്റ ദിവസം തന്നെ 2 ഖത്മ് തീർക്കുന്നവർ, ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആല റമദാനിൽ 60 തവണ ഖുർആൻ പൂർണ്ണമായി ഓതിയിരുന്നു. ഞാൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒറ്റ ദിവസം തന്നെ റമദാനിൽ ഖുർആൻ 2 തവണ ഖത്മ് ചെയ്തിരുന്നു, പരിപൂർണമായി ഓതി തീർത്തിരുന്നു. അപ്പൊ പൂർണ്ണമായിട്ടും ഖുർആനിലേക്ക് കണ്ട് ഒതുങ്ങാനും ഖുർആനിന്റെ തണലിൽ ജീവിക്കാനും നമുക്ക് കഴിയേണ്ട ഒരു 30 ദിവസങ്ങളാണ്, പ്രത്യേകിച്ചും റമദാനിന്റെ ദിവസങ്ങൾ. ഇപ്പൊ നമ്മളൊക്കെ ഖുർആൻ പാരായണവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില മസ്അലകൾ, 10 മസ്അലകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് ഏറ്റവും നല്ല നിലക്ക് അവതരിപ്പിക്കാനും കാര്യങ്ങൾ ശരിക്ക് ഗ്രഹിക്കാനും എന്നെയും നിങ്ങളെയും അള്ളാഹു സഹായിക്കട്ടെ. ഓരോ മസ്അലകളായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകാം. ഒന്നാമത്തെ ഒരു മസ്അല, ഹായിദ്, ആർത്തവകാരിയുടെ ഖുർആൻ പാരായണമാണ്. ഒരു സഹോദരിക്ക് ആർത്തവം ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ പീരീഡ്സിന്റെ സമയത്ത് അവർക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റുമോ എന്നതാണ് ഒന്നാമത്തെ വിഷയം. ഞാൻ പറയുന്ന 2 പോയിന്റുകൾ, ഈ മസ്അലയിലെ 2 പോയിന്റുകൾ നിങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കുക. ഒന്ന്, ഇതൊരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഫിഖ്ഹിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് ആർത്തവക്കാരിക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. പറ്റുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, പറ്റില്ല എന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. രണ്ടാമത്തത് ഒരു ഖാഇദയാണ്, ഒരു നിയമമാണ്. ഒരു വിഷയത്തിൽ ആർത്തവകാരിക്ക് മാത്രം പ്രത്യേകമായിട്ട് ഒരു നിയമം വന്നിട്ടില്ല എങ്കിൽ ആ വിഷയത്തിൽ അവൾ മറ്റു സ്ത്രീകളെ പോലെ തന്നെയാണ്. അത് നമ്മൾ ശരിക്കും അടിവരയിടേണ്ട ഒരു നിയമമാണ്.
ഒരു വിഷയത്തിൽ ആർത്തവകാരിക്ക് പ്രത്യേകമായിട്ട് ഒരു നിയമം വന്നിട്ടില്ല എങ്കിൽ ആ വിഷയത്തിൽ അവൾ മറ്റു സ്ത്രീകളെ പോലെ തന്നെയാണ്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഇനി ആർത്തവകാരി ഖുർആൻ ഓതാൻ പാടില്ല, ആർത്തവ സമയത്ത് ഖുർആൻ ഓതൽ വിലക്കപ്പെട്ട കാര്യമാണ് എന്ന നിലക്ക് ഹദീസുകൾ വന്നിട്ടുണ്ട്. എന്നാൽ ആ ഹദീസുകളെല്ലാം ദുർബലമാണ്. സ്വഹിയായ ഒരു ഹദീസ് പോലും ആർത്തവകാരി ഖുർആൻ ഓതാൻ പാടില്ല എന്ന വിഷയത്തിൽ വന്നിട്ടില്ല എന്നതാണ് ശരിയായ അഭിപ്രായം. അപ്പൊ സ്വഹിയായ ഒരു ഹദീസ് കൊണ്ടാണ് ദീനിൽ ഒരു വിധി സ്ഥാപിക്കപ്പെടുക. ദീനിൽ ഒരു വിധി സ്ഥിരപ്പെടണമെങ്കിൽ അവിടെ സ്വഹിഹായ ഹദീസ് വേണം, ദഈഫായ ഹദീസുകൾ കൊണ്ട് പറ്റൂല. അപ്പൊ ആ വിഷയത്തിൽ വന്ന മുഴുവൻ ഹദീസുകളും ദഈഫാണ്. അപ്പൊ ഈ വിഷയത്തിൽ ആർത്തവകാരിക്ക് പ്രത്യേകമായിട്ടൊരു നിയമം വന്നിട്ടില്ല. അപ്പോ ഖുർആൻ പാരായണത്തിന്റെ വിഷയത്തിൽ ആർത്തവകാരി മറ്റു സ്ത്രീകളെ പോലെ തന്നെയാണ്. അപ്പൊ അവൾക്കും ഖുർആൻ പാരായണം ചെയ്യാം എന്നതാണ് ശരിയായ അഭിപ്രായം. എന്നാൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, മുസ്ഹഫ് സ്പർശിക്കാൻ പാടില്ല. മുസ്ഹഫ് സ്പർശിക്കാതെയുള്ള പാരായണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം മുസ്ഹഫ് സ്പർശിക്കുന്ന വിഷയത്തിൽ ആർത്തവകാരി എന്തല്ല, മറ്റു സ്ത്രീകളെ പോലെയല്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ഹദീസ് ഉണ്ട്, അല്ലാ യമസ്സൽ ഖുർആന ഇല്ലാ ത്വാഹിർ, ശുദ്ധിയുള്ള ഒരാളല്ലാതെ ഖുർആൻ സ്പർശിക്കരുത് എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം. അപ്പൊ ആർത്തവകാരി എന്ത് ചെയ്യാൻ പാടില്ല, മുസ്ഹഫ് സ്പർശിക്കാൻ പാടില്ല. കൈകൊണ്ട് നേരിട്ട് മുസ്ഹഫ് സ്പർശിക്കാൻ പാടില്ല, അല്ലാതെ അവർക്ക് എന്ത് ചെയ്യാം, പാരായണം ചെയ്യാം. ആർത്തവകാരി കൈകൊണ്ട് മുസ്ഹഫ് സ്പർശിക്കൽ വിലക്കപ്പെട്ട കാര്യമാണ് എന്നതിൽ 4 മദ്ഹബിന്റെ ഇമാംമാർക്കിടയിലും അഭിപ്രായ വ്യത്യാസമില്ല. 4 മദ്ഹബിലും ആർത്തവകാരിക്ക് എന്താണ്, ഖുർആൻ സ്പർശിക്കുക എന്നുള്ളത്, മുസ്ഹഫ് സ്പർശിക്കുക എന്നുള്ളത് ഹറാമാണ്, പാടില്ല. അപ്പൊ അവർക്ക് മൊബൈൽ നോക്കിയിട്ട് ഓതാം. അപ്പൊ ആർത്തവത്തിന്റെ സമയത്ത്, പീരീഡ്സിന്റെ സമയത്ത് ഒരാൾക്ക് മൊബൈൽ നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഖുർആൻ പാരായണം ചെയ്യാം. അപ്പോൾ തന്നെ ഹിഫ്ളുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യാം, പാരായണം ചെയ്യാം. അപ്പോൾ തന്നെ തർജുമ, ഖുർആൻ പരിഭാഷ നോക്കിയിട്ട്, അതുപോലെ തന്നെ തഫ്സീറുകളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഖുർആൻ പാരായണം ചെയ്യാന്നുള്ളതാണ്. മുസ്ഹഫിന്റെ വിധിയല്ല ഈ മൊബൈലിലുള്ള ഖുർആന്റെ ആപ്പിനോ അല്ലെങ്കിൽ തർജുമക്കോ തഫ്സീറിനോ ഒന്നും ഉള്ളത്. അപ്പോ തനിച്ച മുസ്ഹഫ് സ്പർശിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ആർത്തവകാരി ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അല്ലാത്ത നിലക്ക് അവർക്ക് പാരായണം ചെയ്യാം എന്നതാണ് ഈ വിഷയത്തിലുള്ള ശരിയായ അഭിപ്രായം. അപ്പൊ അതിന് ആർത്തവകാരി ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റും എന്ന അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരാണ് മാലിക് മദ്ഹബ് പറ്റും എന്നുള്ള അഭിപ്രായമാണ്. അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല, ഇബ്നു ബാസ് റഹിമഹുല്ലാ, അതുപോലെ തന്നെ ആധുനികരായ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിദഹുല്ലാ, ഇവരൊക്കെ ആർത്തവകാരിക്ക് ഖുർആൻ പാരായണം ചെയ്യാം, അതിൽ വിലക്കില്ല. ഖുർആൻ സ്പർശിക്കാതിരുന്നാൽ മതി, മുസ്ഹഫ് സ്പർശിക്കാതിരുന്നാൽ മതി എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താ വിഷയം എന്ന് വെച്ചാൽ, ഇപ്പോ ആർത്തവകാരി നോമ്പെടുക്കാൻ പാടില്ല, നിസ്കരിക്കാൻ പാടില്ല എന്നൊക്കെ വളരെ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളാണല്ലോ. അപ്പൊ ആർത്തവം എന്നുള്ളത് നബിന്റെ കാലത്തെ ഉള്ളൊരു സംഗതിയാണ്. ആ ആർത്തവകാരിക്കുള്ള നിയമങ്ങൾ അന്നും ബാധകമാണ്. എന്നാൽ നോമ്പിന്റെ വിഷയത്തിലോ നിസ്കാരത്തിന്റെ വിഷയത്തിലോ വന്ന പോലെയുള്ള വ്യക്തമായ സ്വഹിയായ ഹദീസുകൾ ഖുർആൻ പാരായണത്തിന്റെ വിഷയത്തിൽ വന്നിട്ടില്ല എന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ മസ്അല. ആർത്തവകാരിക്ക്, അതിന്റെ രത്ന ചുരുക്കാണ് പറയുന്നത്, ആർത്തവകാരിക്ക് ഖുർആൻ പാരായണം ചെയ്യാം മൊബൈൽ ഉപയോഗിച്ചിട്ട്, ഹിഫ്ളുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ പരിഭാഷ ഉപയോഗിച്ചിട്ട്. എന്നാൽ മുസ്ഹഫ് സ്പർശിക്കാൻ പാടില്ല എന്നതാണ് ആ വിഷയത്തിലുള്ള ശരിയായ അഭിപ്രായം. അല്ലാഹു അലം, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഇനി രണ്ടാമത്തൊരു മസ്അല, വുദൂ ഇല്ലാതെ മുസ്ഹഫ് സ്പർശിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. മുസ്ഹഫ് സ്പർശിക്കാൻ വുദൂ നിർബന്ധമാണോ അല്ലേ? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. 2 വാദങ്ങൾ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. വുദൂ നിർബന്ധമാണെന്ന് പറഞ്ഞവരുണ്ട്, നിർബന്ധമല്ല, വുദൂ ഇല്ലാതെയും മുസ്ഹഫ് സ്പർശിക്കാം എന്ന് പറഞ്ഞവരുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ പറയുന്നത്, 4 മദ്ഹബിന്റെ ഇമാമാർക്കിടയിലും മുസ്ഹഫ് സ്പർശിക്കാൻ വുദൂ വേണം എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. വുദൂ ഇല്ലാതെ ഒരാൾ മുസ്ഹഫ് സ്പർശിക്കാൻ പാടില്ല എന്നതാണ് 4 മദ്ഹബുകളിലെയും അഭിപ്രായം. ഇപ്പോ ഇമാം മാലിക് റഹിമഹുല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഹദീസ് തന്നെയാണ്, അല്ലാ യമസ്സൽ ഖുർആന ഇല്ലാ താഹിർ. അംർ ഇബ്നു ഹസ്ം റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയ കത്താണ്. ശുദ്ധിയുള്ള ഒരാളല്ലാതെ മുസ്ഹഫ് സ്പർശിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ഹഫ് സ്പർശിക്കാൻ വുദൂ വേണം. അപ്പൊ ചെറിയ അശുദ്ധി ആയാലും വലിയ അശുദ്ധി ആയാലും ആ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായതിനു ശേഷമേ മുസ്ഹഫ് സ്പർശിക്കാൻ പറ്റുകയുള്ളൂ എന്നതാണ് കുറച്ചും കൂടി ശരിയായ അഭിപ്രായം, തെളിവുകളോട് യോജിച്ച അഭിപ്രായം. അല്ലാഹു അലം. ഇനി ഈ ഒരു വിഷയം പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ചെറിയ കുട്ടികൾ, മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ തഹ്ഫീദിൽ പഠിക്കുന്ന കുട്ടികൾ
അപ്പൊ അവർക്ക് വുദു നിർബന്ധമാണോ, അവർ എപ്പോഴും വുദു എടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അല്ല ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലക്ക് പറയുന്ന ഒരു കാര്യം, ചെറിയ കുട്ടികളാണെങ്കിലും അവർ വുദു എടുക്കാൻ കഴിയുമെങ്കിൽ, അവരെ കൊണ്ട് വുദു നഷ്ടപ്പെട്ടാൽ പോയി വുദു എടുത്ത് തിരിച്ചു വരാൻ പറയാൻ പറ്റുമെങ്കിൽ, അതിന് കഴിയുമെങ്കിൽ അവർ വുദു ചെയ്യുക തന്നെയാണ് വേണ്ടത്. ഇനി കഴിയില്ല എങ്കിൽ പ്രശ്നമില്ല, കഴിയുമെങ്കിൽ അവർ വുദു ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു മസ്അല, വുദു ഇല്ലാതെ മുസ്ഹഫ് സ്പർശിക്കാൻ പറ്റുമോ ഇല്ലേ. അതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം അല്ലാഹു ആലം വുദു നിർബന്ധമാണ്, മുസ്ഹഫ് സ്പർശിക്കാൻ വുദു നിർബന്ധമാണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം. ആ വിഷയത്തിൽ വന്ന ഹദീസാണ് അല്ലാ യമസ്സൽ ഖുർആന ഇല്ലാ ത്വാഹിർ എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹു തആലക്ക് അദ്ദേഹത്തിന്റെ മുവത്തയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഇനി ഒരാൾ വുദു ഇല്ലാതെയും മുസ്ഹഫ് സ്പർശിക്കാം എന്ന് പറഞ്ഞാൽ ആ അഭിപ്രായങ്ങൾ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്നൊരു വിശാലത കാണിക്കാൻ നമുക്ക് കഴിയണം. എന്നാൽ തെളിവുകളോട് കൂടുതൽ യോജിച്ച അഭിപ്രായമായിട്ട് മനസ്സിലാകുന്നത് വുദു എടുക്കാൻ, മുസ്ഹഫ് സ്പർശിക്കാൻ വുദു നിർബന്ധമാണ് എന്ന അഭിപ്രായമാണ്. അല്ലാഹു അഅലം. ഇനി മൂന്നാമത്തെ ഒരു മസ്അലയാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണത്. അപ്പൊ നമ്മളൊക്കെ ഖത്മ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകും. റമദാന്റെ ആദ്യത്തെ ദിവസം മുതൽ തന്നെ ഖുർആൻ ഓതി തുടങ്ങിയിട്ടുണ്ടാകും. ഇപ്പോൾ 2 ജുസ് തീർന്നവരുണ്ടാകും, 3 ജുസ് തീർന്നവരുണ്ടാകും, 5 ജുസ് തീർന്നവരുണ്ടാകും, 10 ജുസ് എത്തിയവരുണ്ടാകും. അപ്പൊ ഖത്മ് ഇങ്ങനെ ചെയ്യുന്നുണ്ടാകും. നമ്മൾ പാരായണത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാവും ചുണ്ടും ചലിപ്പിച്ചിട്ട് വേണം നമ്മൾ മുസ്ഹഫ് പാരായണം ചെയ്യാൻ. അതല്ല ഖത്മ് ഇങ്ങനെ തീരുന്നുണ്ടാവും, പേജ് ഇങ്ങനെ മറിയുന്നുണ്ടാകും, പക്ഷെ നമ്മുടെ നാവും ചുണ്ടും ചലിക്കുന്നുണ്ടാവില്ല. മനസ്സിലായിരിക്കും നമ്മൾ പാരായണം ചെയ്യുന്നുണ്ടാവുക. അതിന് ഖിറാഅത്ത് എന്ന് പറയൂല, അത് തദബ്ബുറാൻ, ഉറ്റാലോചിക്കലാണ്, ചിന്തിക്കലാണ്. കൂലി ഇട്ടോ എന്ന് വെച്ചാൽ കൂലി ഇട്ടു, തദബ്ബുറിന്റെ കൂലി ഇട്ടു, മനസ്സുകൊണ്ട് ഇങ്ങനെ പാരായണം ചെയ്ത് പോവാണ്. എന്നാൽ ഖിറാഅത്ത് ആകണമെങ്കിൽ എന്ത് വേണം, നമ്മുടെ ചുണ്ട് ചലിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പാരായണം ചെയ്യണം. ചുണ്ട് ചലിപ്പിച്ച് പാരായണം ചെയ്യുമ്പോഴാണ് അത് ഖിറാഅത്ത് ആവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ല, ആരെങ്കിലും അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരു ഹർഫ് ഓതിയാൽ, നമുക്ക് 10 കൂലി ഉണ്ട് എന്നാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ഹർഫ് ഓതിയാൽ. അലിഫ് ലാം മീം എന്നത് ഒറ്റ ഹർഫല്ല, അലിഫ് ഒരു ഹർഫാണ്, ലാമ് വേറൊരു ഹർഫാണ്, മീമ് വേറൊരു ഹർഫാണ്. അപ്പൊ അലിഫ് ലാം മീം ഓതിയാൽ 3 ഹർഫായി, 3 ഹർഫിന് 30 കൂലിയാണ്. അപ്പൊ ഈ 30 കൂലി കിട്ടണമെങ്കിൽ അലിഫ് ലാം മീം എന്നത് നമ്മൾ ചുണ്ട് ചലിപ്പിച്ചിട്ട് പാരായണം ചെയ്യണം. അതല്ലാതെ നമ്മുടെ മനസ്സിലാണ് നമ്മൾ ചൊല്ലിയത് എങ്കിൽ അത് തദബ്ബുറേ ആയിട്ടുള്ളൂ, അവിടെ എന്ത് വന്നിട്ടില്ല, ഖിറാഅത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ആ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ ഖത്മ് തീർക്കുന്നുണ്ടാവുക, നമുക്ക് വലിയ പുണ്യവും പ്രതിഫലവും അപ്പുറത്ത് നഷ്ടപ്പെടുന്നുണ്ടാകും. അപ്പൊ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് നിസ്കാരത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഫാത്തിഹ ഓതുന്നുണ്ടാകും, തക്ബീറുകൾ ചൊല്ലുന്നുണ്ടാകും, സുജൂദിലും റുക്കൂലുള്ള പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ടാകും, എല്ലാം മനസ്സിലായിരിക്കും, എല്ലാം മനസ്സുകൊണ്ടായിരിക്കും നമ്മൾ ഓതുന്നതും ചൊല്ലുന്നതും ഒക്കെ. അപ്പൊ അവിടെ അത് ഖിറാഅത്ത് ആയിട്ടില്ല, അവിടെ അത് തക്ബീർ ആയിട്ടില്ല. അപ്പൊ തക്ബീർ ആകണമെങ്കിൽ അത് ചുണ്ട് ചലിപ്പിച്ചുകൊണ്ട് ചൊല്ലണം. ഖിറാഅത്ത് ആകണമെങ്കിൽ, ഫാത്തിഹ ഓതി ഖിറാഅത്തായി എന്ന് പറയണമെങ്കിൽ നാവും ചുണ്ടും ചലിപ്പിച്ചിട്ട് തന്നെ പാരായണം ചെയ്യണം. അപ്പൊ ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഒരു മസ്അല. ഖുർആൻ ഓതുമ്പോൾ നാവും ചുണ്ടും ചലിപ്പിച്ച് പാരായണം ചെയ്യുമ്പോഴാണ് ഒരു ഹർഫിന് 10 കൂലി എന്ന പ്രതിഫലം നമുക്ക് കിട്ടുക. അതിനാണ് ഖിറാഅത്ത് എന്ന് പറയുക. അതല്ല എങ്കിൽ അത് തദബ്ബുറാൻ. അല്ലാഹു അഅലം. ഇനി നാലാമത്തെ ഒരു മസ്അല, ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് നമ്മൾ തല മറക്കണം എന്നൊരു നിബന്ധനയുണ്ടോ, അല്ലെങ്കിൽ അത് ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് നിർബന്ധമാണോ എന്നുള്ള. അതില് സ്ത്രീകളാണല്ലോ, അപ്പൊ തട്ടമില്ലാതെ നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റുമോ, ഹിജാബ് ഇല്ലാതെ നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റുമോ? അപ്പൊ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് എല്ലാവരും ഇപ്പൊ തല മറച്ചിട്ടും തട്ടമിട്ടിട്ടും അല്ലെങ്കിൽ മക്കനെ ധരിച്ചിട്ടൊന്നും അല്ലല്ലോ വീട്ടിലിരിക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾക്ക് ഖുർആൻ ഓതണം തോന്നിയാൽ നമ്മൾ പോയിട്ട് തട്ടടൽ നിർബന്ധമാണോ, അല്ലെങ്കിൽ ഹിജാബ് ധരിക്കൽ നിർബന്ധമാണോ എന്നുള്ളതാണ് മസ്അല. അതിൽ ഖിറാഅത്ത് ശരിയാകാനുള്ള ഷർത്ത് അല്ല തട്ടം ധരിക്കുക അല്ലെങ്കിൽ ഹിജാബ് ധരിക്കുക എന്നുള്ളത്. തട്ടം ധരിച്ചാലേ ഖിറാഅത്ത് ആവുള്ളൂ, അല്ലെങ്കിൽ ഖുർആൻ ഓതണമെങ്കിൽ ഹിജാബ് ഉണ്ടാകണം, തട്ടം ഉണ്ടാകണം എന്ന നിർബന്ധമൊന്നുമില്ല. എന്നാൽ അന്യപുരുഷന്മാരുണ്ടെങ്കിൽ അവിടെ തട്ടം നിർബന്ധമാണ്, അവിടെ ശരീരത്തിന് മറക്കേണ്ട എല്ലാ ഭാഗങ്ങളും നിർബന്ധമായിട്ടും മറക്കണം. അത് ഖുർആൻ ഓതുമ്പോൾ മാത്രമല്ല, ഏത് സമയത്തായാലും അന്യപുരുഷന്മാർ നമ്മളെ കാണുന്നുണ്ട് എങ്കിൽ മറക്കേണ്ട എല്ലാ ഭാഗങ്ങളും മറക്കണം. അതല്ലാതെ മുസ്ഹഫ് ഓതുമ്പോൾ പ്രത്യേകമായിട്ട് ഒരു തല മറക്കണം എന്ന് ഇല്ല, അല്ലെങ്കിൽ മുസ്ഹഫ് ഓതുന്ന സമയത്ത് പ്രത്യേകമായിട്ട് തട്ടം ധരിക്കണം എന്ന് ഇല്ല. ഇനിയിപ്പോ നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ തിലാവത്തിന്റെ സുജൂദ് വന്നു. അപ്പൊ തിലാവത്തിന്റെ സുജൂദ് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം,
ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല ആ വിഷയം പറയുന്നുണ്ട്. തിലാവത്തിന് സുജൂദ് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? തട്ടം ധരിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് സുജൂദ് ചെയ്യാം. കാരണം തിലാവത്തിന്റെ സുജൂദ് എന്നുള്ളത് നിസ്കാരമല്ല. നിസ്കാരത്തിന്റെ വിധികൾ എന്തിനു ബാധകമല്ല? ഈ തിലാവത്തിന്റെ സുജൂദിന് ബാധകമല്ല. അപ്പൊ അത് സ്വതന്ത്രമായൊരു ഇബാദത്താണ് തിലാവത്തിന്റെ സുജൂദ് എന്ന് പറയുന്നത്. അപ്പൊ പാരായണത്തിന് സുജൂദ് ചെയ്യാൻ നമ്മുടെ ഔറത്തൊക്കെ മറക്കണം, അല്ലെങ്കിൽ തലമുടി മറക്കണം, തട്ടം ധരിക്കണം എന്ന നിബന്ധന ഇല്ല. കാരണം ഇതെന്താണ്? നിസ്കാരം വേറെയാണ്, ഖിറാഅത്ത് വേറെയാണ്. തിലാവത്തുൽ ഖുർആൻ ഓതുക എന്നുള്ളത് വേറെ പണിയാണ്, നിസ്കാരം എന്നുള്ളത് വേറെ പണിയാണ്. ഇപ്പൊ വുളു ഇല്ലെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? ഖുർആൻ ഓതാം. ഖുർആൻ സ്പർശിക്കുന്നതല്ല, ഖുർആൻ സ്പർശിക്കാതെ ഒരാൾക്ക് വുളു ഇല്ലാതെ ഖുർആൻ ഓതാലോ. എന്നാൽ ഒരാൾക്ക് വുളു ഇല്ലാതെ നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. നിസ്കാരത്തിന്റെ ഷർത്താണ് വുളു. വുളു ഇല്ലാതെ ഒരാൾ നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം സ്വീകാര്യോഗ്യമല്ല. അവന് വീണ്ടും വുളു ചെയ്തിട്ട് എന്ത് ചെയ്യണം? നിസ്കരിക്കണം. അപ്പൊ നിസ്കാരം വേറെയാണ്, ഖിറാഅത്തുൽ ഖുർആൻ വേറെയാണ്. അപ്പൊ നിസ്കാരത്തിന്റെ വിധികളൊന്നും എന്തിനു ബാധകമല്ല? ഖിറാഅത്തുൽ ഖുർആൻ ബാധകമല്ല. അതുപോലെ തന്നെ തിലാവത്തിന്റെ സുജൂദിനും ബാധകമല്ല എന്നതാണ് ശരിയായ അഭിപ്രായം. അല്ലാഹു തആല. അപ്പൊ അതാണ് നമ്മുടെ നാലാമത്തെ ഒരു മസ്അല. ഖുർആൻ ഓതുന്ന സമയത്ത് നിർബന്ധമായിട്ട് തല മറക്കേണ്ടതെന്ന് ചോദിച്ചാൽ നിർബന്ധമായിട്ട് തല മറക്കേണ്ട ആവശ്യമില്ല. ഒരാളെ ഔറത്തൊക്കെ മറിച്ച് പൂർണ്ണമായിട്ടും ശരീരം മുഴുവൻ മറക്കേണ്ട ഭാഗങ്ങളൊക്കെ മറിച്ചിട്ടാണ് ഓതുന്നതെങ്കിൽ നല്ല കാര്യം. എന്നാൽ അതൊരു നിർബന്ധമാണെന്ന് പറയാൻ എന്തില്ല? തെളിവൊന്നും ഇല്ല എന്നുള്ളതാണ് വിഷയം. അല്ലാഹു തആല. ഇനി അഞ്ചാമത്തെ ഒരു മസ്അലയാണ്, മുസ്ഹഫ് ചുംബിക്കാൻ പറ്റുമോ? ഖുർആൻ ചുംബിക്കുന്നതിന്റെ വിധി എന്താണ്? അതിന് പ്രത്യേക പുണ്യമുണ്ടോ, അല്ലെങ്കിൽ പ്രത്യേക കൂലിയുണ്ടോ, ശ്രേഷ്ഠതയുണ്ടോ എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അങ്ങനെ ഒരു സംഗതി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മുസ്ഹഫ് ചുംബിച്ചു എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല. സ്വഹാബിമാരുടെ കൂട്ടത്തിൽ നിന്ന് ആകെ വന്നത് ഇക്രിമത്ത് ബിൻ അബി ജഹൽ റളിയല്ലാഹു അൻഹു, അബൂ ജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു. ആ ഇക്രിമ റളിയല്ലാഹു അൻഹു മുസ്ഹഫ് ചുംബിക്കുകയും ഹാദാ കലാമു റബ്ബി, ഇത് എന്റെ റബ്ബിന്റെ കലാമാണ് എന്ന് പറഞ്ഞത് നെഞ്ചോട് ചേർത്ത് വെക്കുകയൊക്കെ ചെയ്തു എന്നൊരു റിപ്പോർട്ടാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ളത്. അവിടെയും മുസ്ഹഫ് ചുംബിക്കൽ പ്രത്യേക ശ്രേഷ്ഠത ഉണ്ടെന്നോ, അല്ലെങ്കിൽ അത് സുന്നത്താണെന്നോ, അല്ലെങ്കിൽ അതിന് പുണ്യമുണ്ടോ എന്നുള്ള നിലക്ക് വന്നിട്ടില്ല. ഈ ഇക്രിമത്ത് ബിൻ അബി ജഹൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്ന ഹദീസിന്റെ വിഷയത്തിൽ തന്നെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ ഹദീസ് സ്വീകാര്യമാണോ അല്ലേ എന്നുള്ളത്. അലി ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആലക്ക് പറയുന്നത്, ആ ഹദീസ് സ്വീകാര്യമാണെങ്കിൽ തന്നെ അത് സുന്നത്താണെന്നോ അല്ലെങ്കിൽ നിർബന്ധമാണെന്നോ അതിൽ പ്രത്യേക പുണ്യം ഉണ്ടോന്നൊന്നും കിട്ടുന്നില്ല. മുസ്ഹഫിനോടുള്ള ഒരു ആദരവ്, അല്ലെങ്കിൽ മുസ്ഹഫിനോടുള്ള ഒരു ഖുർആനോടുള്ള ഒരു സ്നേഹം ഇക്രിമത്ത് ബിൻ അബി ജഹൽ റഹിമഹുല്ലാഹു തആല അങ്ങനെ പ്രകടിപ്പിച്ചു എന്ന് മാത്രം. ഒരാള് മുസ്ഹഫ് എടുക്കുമ്പോൾ അത് ഓതാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് ചുംബിക്കുക, പിന്നെ മുസ്ഹഫ് ഓതി കഴിഞ്ഞിട്ട് പിന്നെ അത് വെക്കുമ്പോൾ അതിന് മുമ്പ് ഒന്ന് ചുംബിക്കുക, അതൊന്നും ശരിയല്ല. അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നത് അങ്ങനത്തെ ഒരു ശീലം ഒരാൾക്ക് ഉണ്ടെങ്കിൽ അത് ബിദ്അത്താണ്. ഒരാള് മുസ്ഹഫ് ഓതാൻ തുടങ്ങുമ്പോൾ ഒന്ന് ചുംബിച്ചിട്ടാണ് ഓതാൻ തുടങ്ങുന്നത്. അതുപോലെ തന്നെ മുസ്ഹഫ് ഓതി കഴിഞ്ഞാൽ പിന്നെ വെക്കുന്നതിന് മുമ്പ് ഒന്ന് ചുംബിക്കുക, ആ രീതിയൊന്നും ഇല്ല. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലയും ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹു തആലയ്ക്ക് വളരെ ശക്തമായ ഭാഷയിൽ ആ വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അത് ബിദ്അത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെ ഉണ്ട്. എന്നാൽ പ്രത്യേക പുണ്യമൊന്നും പ്രതീക്ഷിക്കാതെ ഖുർആനോടുള്ള സ്നേഹപ്രകടനം എന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ വിരോധമില്ല എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ അത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സംഗതിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അങ്ങനത്തെ ഒരു സംഗതി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ നബിന്റെ കാലത്തും ഖുർആൻ ഏടുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഏടുകളിൽ എഴുതിയിട്ടുണ്ട്. ആ ഏടുകളൊന്നും അങ്ങനെ നബി ചുംബിച്ചതായിട്ടൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അല്ലാഹു അഅലം. അപ്പൊ അതാണ് മുസ്ഹഫ് ചുംബിക്കുന്ന വിഷയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി ആറാമത്തെ ഒരു മസ്അല, കേട് വന്ന മുസ്ഹഫിന്റെ പേജുകൾ എന്ത് ചെയ്യണം? ഇപ്പോ നമ്മുടെ വീട്ടിലൊക്കെ പഴയ മുസ്ഹഫുകൾ ഉണ്ടാകും. അപ്പൊ ആ മുസ്ഹഫിന്റെ പേജൊക്കെ ആകെ കീറി പറഞ്ഞിട്ടുണ്ടാകും, അതിന് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. ചില ഭാഗങ്ങളൊക്കെ പറ്റെ നശിച്ചിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെ കീറി പറഞ്ഞ മുസ്ഹഫുകൾ, പഴയ മുസ്ഹഫുകൾ, ഉപയോഗശൂന്യമായ മുസ്ഹഫുകൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന് ആ മുസ്ഹഫ് ശരിയാക്കി ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് ഒട്ടിച്ചാൽ മതി, പ്രശ്നമല്ല. നമ്മളത് ഒട്ടിച്ചിട്ട് ഉപയോഗിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങളുള്ളൂ, ആ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അവിടെ നമ്മളത് പരിഹരിച്ചിട്ട് ആ മുസ്ഹഫ് ഉപയോഗിക്കുക തന്നെയാണ് വേണ്ടത്. ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് വീണ്ടും ആ മുസ്ഹഫ് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുക തന്നെയാണ് വേണ്ടത്. എന്നാൽ ഇനി ഒരു നിലക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അത്രക്ക് പഴകിയിട്ടുണ്ട്, അതുപോലെ തന്നെ അത് കീറി പറഞ്ഞിട്ടുണ്ട്, ഇനി അത് വായിക്കാൻ പറ്റൂല, ഓതാൻ പറ്റൂല, എടുക്കുമ്പോൾ തന്നെ അത് പൊടിഞ്ഞു പോവാണ്, അങ്ങനത്തെ അവസ്ഥയിലൊക്കെ എത്തിയ മുസ്ഹഫുകൾ ഉണ്ടാകും. അപ്പൊ ആ മുസ്ഹഫ് എന്ത് ചെയ്യണം? അതാണ് നമ്മളെ വിഷയം. ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് ശരിയാക്കിയിട്ട് ഉപയോഗിക്കുക തന്നെ വേണ്ടത്. ഉപയോഗിക്കാൻ കഴിയില്ല എങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ വിഷയം.
അതിൽ രണ്ട് നിലക്ക് ആ മുസ്ഹഫിനെ നശിപ്പിക്കാം. ആ മുസ്ഹഫ് എന്ത് ചെയ്യാം, അത് നശിപ്പിക്കാന്ന് പറഞ്ഞാൽ മുസ്ഹഫിനോടുള്ള അനാദരവ് കൊണ്ടല്ല, മുസ്ഹഫിനോടുള്ള ആദരവ് കൊണ്ടാണ്, ബഹുമാനം കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. രണ്ട് നിലക്കാണത്. ഒന്ന്, ഒരഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് കുഴിച്ചു മൂടലാണ്. ആ മുസ്ഹഫ് നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒരു കുഴിയെടുത്ത് അതിൽ കുഴിച്ചു മൂടുക എന്നുള്ളതാണ്. ഇതാണ് ഹനഫി മദ്ഹബ്, അതുപോലെ തന്നെ ഹംബലി മദ്ഹബ് ഒക്കെ പറയുന്ന ഒരു അഭിപ്രായം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഒരു മുഅ്മിനായ മനുഷ്യൻ മരിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക, അയാളുടെ മയ്യത്ത് മറമാടുമല്ലോ. അപ്പൊ അതുപോലെ മുസ്ഹഫിനോടുള്ള ഒരു ആദരവ് എന്നുള്ള നിലക്ക് അത് ഇനി കീറി പറഞ്ഞ് അത് അവിടെയും ഇവിടെയും ചിന്നി ചിതറി ആളുകൾ ചവിട്ടി നടക്കുന്ന ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ എന്ത് ചെയ്യുക, അത് നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കുഴിച്ചു മൂടുക എന്നുള്ളതാണ്. ഇതാണ് ഒരു അഭിപ്രായം. ഒരു നിലക്ക് നശിപ്പിക്കുക. ഇനി രണ്ടാമത്തെ ഒരു രൂപം കത്തിച്ച് കളയലാണ്. അതിനുള്ള തെളിവാണ് ഇപ്പൊ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ നിന്ന് കോപ്പി ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാങ്ങുകയും അത് സ്വഹാബിമാരെ കൊണ്ട് പകർത്തി എഴുതിപ്പിക്കുകയും അത് എത്തിക്കേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തതിനു ശേഷം ബാക്കിയുള്ള എല്ലാ മുസ്ഹഫുകളും എന്ത് ചെയ്തു, നശിപ്പിച്ചു, കത്തിച്ച് കളയാണ് ചെയ്തത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ സംഭവത്തിന് സ്വഹാബിമാർ സാക്ഷികളാണ്, അവരാരും അത് എതിർത്തിട്ടില്ല. അപ്പൊ ആ മുസ്ഹഫിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് ഉപയോഗിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അത് കത്തിച്ച് കളഞ്ഞത്. അപ്പോൾ ഉപയോഗശൂന്യമായ മുസ്ഹഫ് കത്തിച്ചിട്ട് ഒഴിവാക്കാം എന്നതാണ് മറ്റൊരു മാർഗം. അപ്പൊ ഈ രണ്ട് രൂപങ്ങൾ ഏത് നമുക്ക് സ്വീകരിക്കാം. ഒന്നിരിക്കെ കുഴിച്ചു മൂടാം, അല്ലെങ്കിൽ അത് കത്തിച്ച് കളയാം. ഇനി കത്തിച്ച് കളയാണെങ്കിൽ തന്നെ എന്ത് ചെയ്യണം, അത് കുഴിച്ചു മൂടണം എന്നൊക്കെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്. കാരണം അത് കത്തിച്ച് കഴിഞ്ഞാലും മുസ്ഹഫിലെ ചില അക്ഷരങ്ങൾ, ചില വാക്കുകളൊക്കെ എന്തുണ്ടാകും, അവിടെ കത്താതെ അവിടെ തന്നെ ബാക്കിയായിട്ടുണ്ടാവും. പിന്നെ അതിങ്ങനെ കാറ്റത്ത് പാറിപ്പോയി ആളുകളൊക്കെ തന്നെ ചവിട്ടി നടക്കുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ, മുസ്ഹഫിനോട് അങ്ങനത്തെ ഒരു അനാദരവ് നമ്മൾ അറിയാതെ പോലും വരാതിരിക്കാൻ എന്ത് ചെയ്യുക, കത്തിച്ചു കഴിഞ്ഞാൽ ആ ചാരം കൊണ്ടുപോയിട്ട് കുഴിച്ചു മൂടുക എന്ന് പറഞ്ഞതൊക്കെ നമുക്ക് കാണാം. ഇനി കുഴിച്ചു മൂടുന്ന സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ കുഴിച്ചു മൂടേണ്ടത്. അതുപോലെ തന്നെ ആളുകൾ ചവിട്ടി നടക്കാത്തൊരു സ്ഥലമാണ് അതിന് കണ്ടെത്തേണ്ടത്. നമ്മൾ മുസ്ഹഫ് കുഴിച്ചു മൂടുന്നു, പിന്നെ അതിന്റെ മുകളിലൂടെ എല്ലാവരും ഇങ്ങനെ നടന്നു പോകുന്ന ഒരു അവസ്ഥ ഇല്ലാതിരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതാണ് കേട് വന്ന മുസ്ഹഫിന്റെ പേജുകൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ കേട് വന്ന മുസ്ഹഫ് എന്ത് ചെയ്യണം എന്നുള്ള വിഷയത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതി. 6 മസ്അലകളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഏഴാമത്തെ ഒരു മസ്അല, കിടന്നുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റും. നമ്മൾ നോമ്പിന്റെ സമയമാണ്, ചിലപ്പോൾ ക്ഷീണം ഉണ്ടാകും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഓതാനൊരു മടി, അല്ലെങ്കിൽ ഇരുന്നിട്ട് ഓതാൻ വയ്യ, നമ്മുടെ ശരീരമൊക്കെ വേനെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സുഖമില്ലാത്തൊരവസ്ഥ. അപ്പൊ നമുക്ക് കിടന്നിട്ട് ഓതാൻ പറ്റും. അപ്പൊ കിടന്നിട്ട് ഓതുന്നതിന് എന്തില്ല, തെറ്റില്ല. ഇരുന്നിട്ടോ നടന്നിട്ടോ കിടന്നിട്ടോ നിന്നിട്ടോ ഒക്കെ മുസ്ഹഫ് ഓതാം, അതിന് വിരോധമൊന്നും ഇല്ല എന്നല്ല. ഇനി സുഖമില്ലാത്ത സമയത്ത് മാത്രമേ കിടക്കാൻ പാടുന്നൊന്നുമില്ല. ഒരാൾക്ക് ഒരു പ്രശ്നമില്ല, ആരോഗ്യമൊക്കെ ഉണ്ട്, ഒരു വിഷയമില്ലാത്ത സമയത്തും എന്ത് ചെയ്യാം, കിടന്നുകൊണ്ട് മുസ്ഹഫ് പാരായണം ചെയ്യാം, ഖുർആൻ പാരായണം ചെയ്യാം. ഇപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ആർത്തവകാരിയായിരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിന്റെ മടിയിൽ കിടന്നിട്ട് ഖുർആൻ ഓതിയിരുന്നു, ആയിഷ ബീവിന്റെ മടിയിൽ ചാരി ഇരുന്ന് ഖുർആൻ ഓതിയിരുന്നു എന്നൊക്കെ ഇമാം മുസ്ലിം റഹിമഹുല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അപ്പൊ ഈ ഹദീസിനെ വിശദീകരിക്കുന്ന സമയത്ത് ഇമാം നവവി റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഒരാൾക്ക് ചാരി ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ കിടന്നിട്ടൊക്കെ മുസ്ഹഫ് ഓതാം എന്നതിനുള്ള തെളിവാണ് ഈ ഹദീസ് എന്നുള്ളതാണ്. അപ്പോൾ കട്ടിലിൽ കിടന്നിട്ടും ഇരുന്നിട്ടും ഒക്കെ നമുക്ക് മുസ്ഹഫ് ഖുർആൻ പാരായണം ചെയ്യാം. അതുപോലെ തന്നെ അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം എന്ന ആയത്ത് തെളിവാക്കിയിട്ട് ഇബ്നു ബാസ് റഹിമഹുല്ലാഹി, ഇബ്നു റജബ് റഹിമഹുല്ലാഹു തആല ഒക്കെ എന്ത് പറഞ്ഞിട്ടുണ്ട്, കിടന്നിട്ട് മുസ്ഹഫ് ഓതാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, അവിടെ ഇരുന്നുകൊണ്ട് നിന്നുകൊണ്ട് കിടന്നുകൊണ്ടൊക്കെ അള്ളാഹുവിനെ ഓർക്കുന്നവരാണെന്ന് പറഞ്ഞത്. അപ്പൊ ദിക്റുള്ള എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ദിക്റാണ് ഖുർആൻ, ഏറ്റവും വലിയ ദിക്റാണ് അള്ളാഹുവിന്റെ ഖുർആൻ. അപ്പൊ ആ ഖുർആൻ എന്ത് ചെയ്യാം, കിടന്നുകൊണ്ട് പാരായണം ചെയ്യാം, അതിന് വിരോധമൊന്നും ഇല്ല എന്നുള്ളതാണ്. അല്ലാഹു അഅലം. ഇനി എട്ടാമത്തെ ഒരു മസ്അല, നമ്മളെ കയ്യിലൊക്കെ മൊബൈലുണ്ട്, ആ മൊബൈലിൽ ഖുർആനിന്റെ ആപ്പും ഉണ്ട്. പലരും ആ ഖുർആൻ ഉപയോഗിച്ചിട്ടാണ്, മൊബൈലിലുള്ള ഖുർആൻ ഉപയോഗിച്ചിട്ടാണ് ഖുർആൻ പാരായണം ചെയ്യാറുള്ളത്. അപ്പൊ അങ്ങനെ പാരായണം ചെയ്യുന്നതും മുസ്ഹഫിൽ പാരായണം ചെയ്യുന്നതും തമ്മിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? മുസ്ഹഫിൽ ഓതിയാൽ കൂടുതൽ കൂലി, മൊബൈലിൽ ഓതിയാൽ കൂലി കുറവാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചില ആളുകൾക്ക് ഈ മൊബൈലിൽ നോക്കി ഓതുന്നത് തീരെ പറ്റൂല. അവർ പറയും അതൊന്നും ശരിയല്ല, നിങ്ങൾ മുസ്ഹഫ് നോക്കി ഓതണം, അതാണ് നല്ലത്. അല്ലെങ്കിൽ മൊബൈലിലുള്ള ഓത്ത് പറ്റ നിരാകരിക്കുന്ന ഒരു സമീപനം പല ആളുകളുടെ അടുത്തും ഉണ്ട്. അപ്പൊ എന്താണ് ഈ വിഷയത്തിൽ, മുസ്ഹഫ് നോക്കി ഓതുമ്പോൾ അതിന് കൂടുതൽ കൂലി ഉണ്ടോ? മൊബൈൽ നോക്കി ഓതുന്നതിനേക്കാൾ നല്ലത് മുസ്ഹഫ് നോക്കി ഓതലാണോ? എന്താണ് ആ വിഷയത്തിൽ ഉള്ളത് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഈ മൊബൈലിൽ ഇങ്ങനെ മുസ്ഹഫ് കിട്ടുക, അല്ലെങ്കിൽ ഖുർആൻ, മുസ്ഹഫ് അല്ല ഖുർആൻ, മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ പേജുകളാണ്. അപ്പൊ അതല്ലാതെ ഖുർആൻ കിട്ടുക എന്നുള്ളത് അള്ളാഹു നമുക്ക് ചെയ്തെന്ന വലിയൊരു അനുഗ്രഹമാണ്. നമുക്ക് പോകുന്നിടത്തൊക്കെ മുസ്ഹഫ് കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ മൊബൈൽ എന്നുള്ളത് കൊണ്ടുനടക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സംവിധാനം നമുക്ക് കിട്ടി എന്നുള്ളത് അള്ളാഹുവിന്റെ വലിയൊരു നിഅമത്താണ്. അപ്പൊ അവിടെ ഓതുമ്പോ മുസ്ഹഫിൽ നോക്കി ഒരാൾ ഓതിയാലും മൊബൈലിൽ നോക്കി ഒരാൾ ഓതിയാലും ഒരേ കൂലിയാണ്. കൂലി എന്തില്ല, മാറ്റില്ല. മുസ്ഹഫിൽ നോക്കി ഓതുന്നതിനും ഒരേ കൂലിയാണ്, മൊബൈലിൽ നോക്കി ഓതുന്നതിനും ഒരേ കൂലിയാണ്. അവിടെ പരിഗണിക്കേണ്ട ഓതുന്നുണ്ടോ എന്നുള്ള, ഖിറാഅത്ത് നടക്കുന്നുണ്ടോ, അത് തലഫുളാണോ, നാവ് ചുണ്ട് ചലിപ്പിച്ചിട്ട് ഓതുന്നുണ്ടോ, അതുപോലെ തന്നെ തദബ്ബുർ ഉണ്ടോ, ആ ഓതുന്ന ആയത്തുകൾ എന്താണ്, ഈ ആയത്തിലൂടെ അള്ളാഹു എന്നോട് പറയുന്നത്, എന്താണ് എന്റെ റബ്ബ് എന്നോട് സംസാരിക്കുന്നത്, ഇവിടുന്ന് ഞാൻ മനസ്സിലാക്കേണ്ട പാഠങ്ങൾ എന്താണ്, എന്റെ ജീവിതത്തിൽ ഞാൻ വരുത്തേണ്ട മാറ്റങ്ങൾ എന്താണ്, ഇങ്ങനെ ചിന്തിച്ചിട്ട് ഓതുന്നുണ്ടോ. ഇത് രണ്ടാണ് നോക്കേണ്ടത്. ഖിറാഅത്ത് ആകുന്നുണ്ടോ, അത് തലഫുൾ, നാവും ചുണ്ട് ചലിപ്പിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ തദബ്ബുർ, ഉറ്റാലോചിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അത് മൊബൈൽ നോക്കി ഓതിയാലും ഒരുപോലെയാണ്, മുസ്ഹഫ് നോക്കി ഓതിയാലും ഒരുപോലെയാണ്. കൂലിയിൽ എന്തില്ല, മാറ്റില്ല. ഏറ്റവും നല്ലത് മുസ്ഹഫ് നോക്കി ഓതുന്ന പറയാൻ ഒരു കാരണം ഇതാണ്, നമ്മൾ മൊബൈലിൽ നോക്കി ഓതും, ഓതാൻ തുടങ്ങിയിട്ട് 2 ആയത്ത് ഓതുമ്പോൾ നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വരും, പിന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ നമ്മൾ അത് എടുത്തു നോക്കും. അപ്പൊ ആ മെസ്സേജിന് ഒരു റിപ്ലൈ കൊടുക്കും. പിന്നെ വീണ്ടും ഓതാനിരിക്കുമ്പോൾ അടുത്തൊരു നോട്ടിഫിക്കേഷൻ. അപ്പൊ എടുത്ത് നോക്കുമ്പോൾ ഒരു യൂട്യൂബ് ലിങ്കാണ്. അപ്പൊ നമ്മൾ ആ ലിങ്ക് ഒന്ന് ടച്ച് ചെയ്യും, വേറെ ആളുടെ സ്റ്റാറ്റസ് കാണും. അപ്പോൾ പിന്നെ യൂട്യൂബിലെത്തി. അങ്ങനെ പിന്നെ അരമണിക്കൂർ കഴിയുമ്പോഴാണ് നമ്മൾ ഈ മൊബൈൽ പിടിച്ചിട്ട് ഖുർആൻ ഓതാനായിരുന്നത് നമ്മൾ ഓർമ്മ വരിക. അപ്പൊ അതാണ് ഒരു വിഷയം ഉള്ളത്. അപ്പോൾ മുസ്ഹഫ് ആകുമ്പോൾ പിന്നെ ആ വിഷയങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ ഓതാനിരിക്കുമ്പോൾ പിന്നെ മുസ്ഹഫിൽ വേറെ നോട്ടിഫിക്കേഷനും മെസ്സേജും ഒന്നും വരാനില്ലല്ലോ. അപ്പൊ ഏറ്റവും നല്ലത് ഈ നിലക്ക് നോക്കുമ്പോൾ കൂലിയുടെ വിഷയത്തിലല്ല, കൂലി രണ്ടായാലും ഒരുപോലെയാണ്. ഇപ്പൊ നമ്മളെ കയ്യിലുള്ള പേപ്പറുകളായിരുന്നില്ല അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിരുന്ന മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ. അവരുടെ കാലത്ത് ഏടാണ്, എന്തെങ്കിലും തൊലിയിലോ അല്ലെങ്കിൽ ഇലയിലോ ഒക്കെ എഴുതി വെച്ച ഏടൊക്കെയാണ് നബിന്റെ കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോ ഓതുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് മുസ്ഹഫ് ഓതിയാലും മൊബൈലിൽ ഓതിയാലും ഓത്ത് നടന്നിട്ടുണ്ടോ തദബ്ബുർ നടന്നിട്ടുണ്ടോ ഒരേ കൂലിയാണ്. ആ കൂലിയിൽ എന്തില്ല, മാറ്റില്ല എന്നുള്ളതാണ്. അതിന് ഹിഫ്ളാണ്, ഒരാൾ ഹിഫ്ളാക്കിയ ഭാഗങ്ങളാണ് ഓതുന്നത്, വേറെ ആൾ മുസ്ഹഫ് നോക്കിയിട്ടാണ് ഓതുന്നത്. രണ്ടിടത്തും ഓത്ത് നടക്കുന്നുണ്ടല്ലോ, രണ്ടിടത്തും ഖിറാത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ഹിഫ്ളാക്കി ഒരാൾക്ക് ഓതുന്ന അതേ കൂലി തന്നെയാണ് മുസ്ഹഫ് നോക്കി ഓതുന്ന ഒരാൾക്കും കിട്ടുക എന്നുള്ളതാണ് ആ വിഷയത്തിൽ ശരിയായ അഭിപ്രായം. ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, മുസ്ഹഫ് നോക്കി ഓതുന്ന ഒരാൾക്ക് കൂടുതൽ കൂലിയും ഹിഫ്ളാക്കിയ കാര്യങ്ങൾ ഓതുന്ന ഒരാൾക്ക് അതിനേക്കാളും കൂലി കുറവാണെന്നും പറയാൻ, ഒരു വേർതിരിച്ച് പറയാൻ പ്രത്യേകിച്ച് തെളിവൊന്നും ആ വിഷയത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മള് ഖത്മ ചെയ്യുന്നുണ്ടാവും. അപ്പൊ മുസ്ഹഫ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓതാതെ ഇങ്ങനെ മുസ്ഹഫ് വീട്ടിലെത്തട്ടെ, വീട്ടിലെത്തിയിട്ട് മുസ്ഹഫ് നോക്കിയിട്ട് ഓതുള്ളൂ എന്നുള്ള ഒരു വാശിയൊന്നും നമുക്ക് വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് നമ്മൾ മുസ്ഹഫ് എന്നാ ഓതിയത്, കുറച്ച് നമ്മൾ മൊബൈലിൽ നിന്നാ ഓതിയത്, അങ്ങനെയൊക്കെ ഓതാം. ഖത്മ തീർക്കാൻ എന്തില്ല, ഒരു മുസ്ഹഫ് തന്നെ ഉപയോഗിച്ചിട്ട് അത് നോക്കി മാത്രം ഓതണം അങ്ങനത്തെ നിബന്ധന ഒന്നുമില്ല. പള്ളിയിൽ ഇരിക്കുമ്പോൾ പള്ളിയിലെ മുസ്ഹഫ് ഉപയോഗിച്ച് ഓതുന്നു, വീട്ടിലെത്തുമ്പോൾ വീട്ടിലെ മുസ്ഹഫ് ഉപയോഗിച്ച് ഓതുന്നു, യാത്രയിലായിരിക്കുമ്പോൾ നമ്മൾ മൊബൈൽ ഉപയോഗിച്ച് ഓതുന്നു. അതിലൊന്നും പ്രശ്നമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് 8ാമത്തെ മസ്അല. ഇനി 9ാമത്തെ മസ്അല, ഖുർആന്റെ ആയത്തുകൾ കെട്ടിത്തൂക്കുന്ന വിഷയമാണ്. ഇപ്പൊ കാലിഗ്രഫി, നമ്മൾ ഖുർആന്റെ ആയത്തുകളൊക്കെ വളരെ ഭംഗിയായി എഴുതിയിട്ട് എന്ത് ചെയ്യും, ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ടൊക്കെ വീട്ടിലും നമ്മളെ ഓഫീസ് മുറിയിലും ഒക്കെ എന്ത് ചെയ്യും, തൂക്കിയിടും, അല്ലെങ്കിൽ ഫ്രെയിം ചെയ്ത് വെക്കും. അപ്പൊ അത് ശരിയാണോ, എന്താണ് ആ വിഷയത്തിൽ നമ്മൾ അറിയേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത് എന്തിനാണ്? ഓതാനാണ്, ഖിറാഅത്തിനാണ്, തദബ്ബുറിനാണ്, ഉറ്റാലോചിക്കാൻ. അതനുസരിച്ചിട്ട് നമ്മളെ ജീവിതത്തിൽ നിലപാടുകൾ എടുക്കാനാണ്, തീരുമാനങ്ങൾ എടുക്കാനാണ്, ജീവിതം ക്രമീകരിക്കാനാണ്. അതിനാണല്ലോ അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ഖുർആൻ അവതരിപ്പിച്ചതിന്റെ ലക്ഷ്യം എന്തല്ല, ഇങ്ങനെ വീട്ടിൽ കെട്ടിത്തൂക്കുക അല്ലെങ്കിൽ ഫ്രെയിം ചെയ്ത് വെക്കുക എന്നുള്ളതല്ല. ഇനി ഒരു ഉത്ബോധനം എന്ന നിലക്കാണ് ഒരാൾ അത് അങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ ചുമരിൽ തൂക്കുന്നത് എങ്കിൽ അതിന് വിരോധമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഉത്ബോധനം എന്ന നിലക്കാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അതിനൊരു ബർക്കത്തുണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ട് ശൈത്താന്റെ ഉപദ്രവത്തിന് രക്ഷപ്പെടുന്നൊക്കെ വിചാരിച്ചിട്ടാണെങ്കിൽ അത് പറ്റൂല, അത് അനുവദനീയമല്ല. അതല്ലാത്ത നിലക്ക് ഒരു ഉത്ബോധനം, ഇപ്പൊ ആയത്ത് കാണുമ്പോൾ ഇപ്പൊ നമ്മള് ചുമരിൽ ഒരു ആയത്ത് എഴുതി തൂക്കിയിട്ടുണ്ട്, വമയ്യത്തഖില്ല യജ്അൽ ലഹു മഖ്റജ, ആര് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ അവൻക്ക് അള്ളാഹു ഒരു വാതിൽ തുറന്നു തരും. ഒരു ഉദാഹരണം. അപ്പൊ ആ ആയത്ത് കാണുമ്പോൾ നമുക്കൊരു ഊർജ്ജവും ഉന്മേഷവും കിട്ടുകയാണ്, അല്ലെങ്കിൽ തഖ്വ അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ഉണർത്തലാണ് ആ ആയത്ത്. അപ്പൊ ആ നിലക്കൊരു ഉത്ബോധന നിലക്കാണ് ഒരാൾ വെച്ചത് എങ്കിൽ വിരോധമില്ല, ഇളവുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ഈ കാലിഗ്രഫിന്റെ ഒരു വിഷയം എന്താന്ന് വെച്ചാല്, അതൊരു
അലങ്കാരത്തിന് വേണ്ടി മാത്രം പലപ്പോഴും അങ്ങനെ ആയി മാറുന്നുണ്ട്. കപ്പലിന്റെ രൂപത്തിൽ ഇങ്ങനെ ആയത്തുകൾ എഴുതി വെക്കുക, അല്ലെങ്കിൽ ഒരു മത്സ്യത്തിന്റെ രൂപത്തിൽ, പക്ഷിയുടെ രൂപത്തിൽ, മയിലിന്റെ രൂപത്തിൽ, ഇങ്ങനെയൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുക, ആയത്തുകൾ ഡിസൈൻ ചെയ്തിട്ട് മരത്തിന്റെ കോലത്തിലൊക്കെ ഇങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് ഈ ആയത്ത് നമുക്ക് അറിയുന്ന ആയത്തായിരിക്കും, പക്ഷെ എന്താ എഴുതിയെന്ന് വായിച്ചാൽ എന്താവൂല, തിരിയൂല. എന്നിട്ട് ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക, ആ ആയത്തിന്റെ മുമ്പിൽ ഇങ്ങനെ അരമണിക്കൂർ അന്തം വിട്ട് നിന്നാലും എന്താണ് എഴുതിയെന്ന് തിരിയാത്തൊരവസ്ഥ. അപ്പൊ അതിന് വേണ്ടിയിട്ടല്ല എന്ത് ചെയ്തത്, ഇങ്ങനെ ഖുറാൻ കൊണ്ടുള്ള ഇങ്ങനത്തെ ഒരു കളി എന്തല്ല, ശരിയല്ല. സലഫുകൾ അങ്ങനത്തെ ഒരു രീതി നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. ചില പണ്ഡിതന്മാർക്ക് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലയൊക്കെ ശക്തമായ ഭാഷയിൽ ഈ വിഷയം സംസാരിക്കുന്നുണ്ട്. അത് ബിദ്അത്താണെന്നുള്ള നിലക്കൊക്കെ പറഞ്ഞ ഒരുപാട് പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോ ഉത്ബോധനം എന്ന നിലക്കാണെങ്കിൽ ഇളവ് തന്നവരുണ്ട്, അതല്ലെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു വിഷയമല്ല. ഉത്ബോധനം എന്ന നിലക്കാണെങ്കിൽ തന്നെ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു വിഷയമല്ല. ഇനി ബർക്കത്ത് പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ ശൈത്താൻ എന്നുള്ള ഉപദ്രവം പേടിച്ചിട്ടോ ഒക്കെ ആണെങ്കിൽ അത് തീരെ പറ്റുകയില്ല, അത് അനുവദനീയവും അല്ല എന്നുള്ളത്. ഇനി ഈ മുസ്ഹഫൊക്കെ ഇങ്ങനെ ചുമരിൽ വെക്കുമ്പോൾ ഉള്ള ഒരു വിഷയം എന്താ വെച്ചാല്, അവിടെ ഇങ്ങനെ ആയത്തൊക്കെ ഉണ്ടാകും, അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള ആയത്തും ഒക്കെ ഉണ്ടാകും. എന്നിട്ട് നമ്മൾ അതിന്റെ ചോട്ടിൽ ഇരുന്നിട്ട് ഉള്ള നുണക്കഥകൾ മുഴുവൻ പറയുന്നുണ്ടാകും, ഒരാളെ പറ്റിയിട്ട് ഗീബത്ത് പറയുന്നുണ്ടാകും, നമ്മൾ നല്ല സംഗീതത്തിന്റെ അകമ്പടിയോടുകൂടി ഇങ്ങനെ തുള്ളിച്ചാടുന്നുണ്ടാകും, അവിടെ ഇരുന്നിട്ട് സിനിമ കാണുന്നുണ്ടാകും, അവിടെ ഇരുന്നിട്ട് സംഗീതം ആസ്വദിക്കുന്നുണ്ടാകും, ഇതൊക്കെ നടക്കുന്നുണ്ടാകും. അവിടെ ചുമരിൽ എന്തുണ്ടാകും, ആയത്തുണ്ടാകും. അതൊക്കെ ഖുർആനോടുള്ള ഒരു അനാദരവാണ്, അള്ളാഹുവിന്റെ ആയത്തുകളോടുള്ള ഒരു അനാദരവാണ്. ആ നിലക്കൊക്കെ ചിന്തിക്കുമ്പോൾ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഉത്ബോധനം എന്ന നിലക്കാകുമ്പോൾ അതിന് ഇളവ് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്ന് മാത്രം, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു സംഗതിയല്ല. അങ്ങനെ കെട്ടിത്തൂക്കിയ ഒരു കാര്യം എന്ത് ചെയ്തിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർ അങ്ങനെ ചെയ്തിട്ടില്ല. അതൊരു നല്ല കാര്യമായിരുന്നെങ്കിൽ നബിയും സ്വഹാബിമാരെ ചെയ്യണമായിരുന്നു. അപ്പൊ അവരത് ചെയ്തിട്ടില്ല. അല്ലാഹു അഅലം. അപ്പൊ ഇതാണ് നമ്മുടെ 9ാമത്തെ ഒരു മസ്അല. ഇനി 10ാമത്തെ മസ്അല. ഇപ്പോ തറാവീഹൊക്കെ നിസ്കാരം നടക്കുന്ന സമയമാണല്ലോ, എല്ലാവർക്കും പള്ളിയിൽ പോകാൻ പറ്റണമെന്നില്ല. സ്ത്രീകളാകുമ്പോൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നവരുണ്ടാകും. അപ്പോൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ഒരുപാട് ജുസുകളൊന്നും ചിലപ്പോൾ ഹിഫ്ള് ഉണ്ടാവില്ല, മനപ്പാടം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ നമുക്ക് നിസ്കാരത്തിൽ മുസ്ഹഫ് നോക്കി ഓതാൻ പറ്റുമോ, അല്ലെങ്കിൽ മൊബൈൽ നോക്കി ഓതാൻ പറ്റുമോ എന്നതാണ് 10ാമത്തെ ഒരു മസ്അലയായിട്ട് കാണുന്നത്. അങ്ങനെ മുസ്ഹഫ് നോക്കി ഓതുന്നതിൽ എന്തില്ല, തെറ്റില്ല. ഒരാൾക്ക് മുസ്ഹഫ് നോക്കി ഓതേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ തറാവീഹ് നിസ്കാരമാണ്, അല്ലെങ്കിൽ രാത്രി നിസ്കാരമാണ്, ഇപ്പൊ സുദീർഘമായിട്ട് നിന്ന് നിസ്കരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പൂതിയുണ്ട്, എന്നാൽ അവർക്ക് ഹിഫ്ളില്ല. അപ്പൊ അവരെങ്ങനെ നിസ്കരിക്കും? അപ്പൊ അവർക്ക് നിന്ന് നിസ്കരിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് നോക്കി ഓതുക എന്നുള്ളത്. അപ്പൊ മുസ്ഹഫ് നോക്കി ഓതുന്നു, അല്ലെങ്കിൽ മൊബൈൽ നോക്കി ഓതുന്നു, അതിനെന്തില്ല, വിരോധമില്ല. ഇപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മാക്ക് ദഖ്വാൻ റഹിമഹുല്ലാ, അദ്ദേഹം ഇമാമ് നിൽക്കുന്ന സമയത്ത്, ആയിഷ ബീവിയുടെ മോചിപ്പിക്കപ്പെട്ട അടിമയാണ് ദഖ്വാൻ റഹിമഹുല്ലാ. അപ്പൊ അദ്ദേഹം ഇമാമ് നിൽക്കുന്ന സമയത്ത് മുസ്ഹഫ് നോക്കിയിട്ടാണ് ഓതിയിരുന്നത്, ആയിഷ ബീവിക്ക് ഇമാമ് നിൽക്കുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാം, മുസ്ഹഫ് നോക്കിയിട്ട് ഓതാം, അതിന് വിരോധമില്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ ഹിഫ്ള് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഫർള് നിസ്കാരത്തിലൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയാണ് വേണ്ടത്. ഫർള് നിസ്കാരത്തിലൊക്കെ ഇങ്ങനെ മുസ്ഹഫ് നോക്കി ഓതുക, അല്ലെങ്കിൽ മൊബൈൽ നോക്കി ഓതുക, അതിന്റെ ആവശ്യമില്ല. എന്നാൽ സുദീർഘമായിട്ട് ഓതി നിസ്കരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ അറിയുന്ന സൂറത്തുകൾ ഓതി നിസ്കരിക്കാം. ഇനി ഒരാൾക്ക് തീരെ അറിയില്ല എങ്കിൽ, നിവൃത്തിയൊന്നും ഇല്ലാത്തപ്പോഴൊക്കെ എന്ത് ചെയ്യാം, അങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതല്ല എങ്കിൽ അത് കറാഹത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. നിസ്കാരം ശരിയാകില്ല എന്നുള്ളതാണ് ഹനഫി മദ്ഹബിലൊക്കെ അഭിപ്രായം. നിസ്കാരം ശരിയാവുന്നുള്ള തന്നെയാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ ഫർള് നിസ്കാരത്തിലൊക്കെ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക, ഹിഫ്ളുള്ളത് തന്നെയാണ് നമ്മൾ ഓതേണ്ടത്. ഇവിടെ പ്രത്യേകത ഈ ഒരു മസാല പറയാൻ കാരണം എന്താ വെച്ചാൽ, ചില ആളുകൾക്ക് താല്പര്യം ഉണ്ടാകും, നീണ്ട് നിസ്കരിക്കണം, അല്ലെങ്കിൽ സുദീർഘമായിട്ട് പാരായണം ചെയ്ത് നിസ്കരിക്കണം എന്ന് പൂതി ഉണ്ടാവും, എന്നാൽ ഹിഫ്ള് ഉണ്ടാവില്ല. അവർ പള്ളി പോയിട്ടല്ല നിസ്കരിക്കുന്നത്, വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന സ്ത്രീകളാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, മുസ്ഹഫ് നോക്കി ഓതുന്നതിന് വിരോധം ഉണ്ടോ, അല്ലെങ്കിൽ മൊബൈൽ നോക്കി ഓതുന്നതിന് വിരോധം ഉണ്ടോ എന്ന് വെച്ചാൽ വിരോധമില്ല. അവർക്ക് എന്ത് ചെയ്യാം, അങ്ങനെ നോക്കി ഓതാം എന്നതാണ് മനസ്സിലാവുന്നത്. അല്ലാഹു അഅലം. അപ്പോൾ 10 മസ്അലകളാണ് ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട് നമ്മൾ സൂചിപ്പിച്ചത്. ആ 10 മസ്അലകൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഒന്ന്, ആർത്തവകാരിയുടെ ഖുർആൻ പാരായണമാണ്. അതിൽ ശരിയായ അഭിപ്രായം മുസ്ഹഫ് സ്പർശിക്കാതെ മൊബൈൽ നോക്കിയിട്ടോ, അല്ലെങ്കിൽ ഹിഫ്ളാക്കിയ ഭാഗങ്ങളോ, അല്ലെങ്കിൽ തർജുമ ഉപയോഗിച്ചിട്ടോ, പരിഭാഷ ഉപയോഗിച്ചിട്ടോ, തഫ്സീർ നോക്കിയിട്ടൊക്കെ എന്ത് ചെയ്യാം, ആർത്തവകാരിക്ക് ഖുർആൻ ഓതാം. ഖുർആൻ ഓതുന്നതിൽ വിലക്കില്ല, എന്നാൽ മുസ്ഹഫ് സ്പർശിക്കുന്നതിൽ എന്തുണ്ട്, വിലക്കുണ്ട് എന്നതാണ്. അതാണ് 1ാമത്തെ മസ്അല. 2ാമത്തെ മസ്അല, വുദൂ ഇല്ലാതെ ഖുർആൻ സ്പർശിക്കരുത്. ഖുർആൻ സ്പർശിക്കാൻ വുദൂ നിർബന്ധമാണ് എന്നതാണ് ശരിയായ അഭിപ്രായം. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, എന്നാൽ ശരിയായ അഭിപ്രായം വുദൂ നിർബന്ധമാണ് എന്നത് തന്നെയാണ്. 3ാമത്തെ ഒരു മസ്അല, നാവും ചുണ്ടും ചലിപ്പിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ,
ഖുർആൻ പാരായണം ചെയ്യാൻ. അങ്ങനെ ഓതുമ്പോഴാണ് ഒരു ഹർഫിന് 10 കൂലി എന്ന പ്രതിഫലം നമുക്ക് കിട്ടുക. അതല്ലാത്ത ഓത്തിന് ഖിറാഅത്ത് എന്ന് പറയില്ല. മനസ്സുകൊണ്ട് ഓതുമ്പോൾ അത് തദബ്ബുറാണ്. അവിടെ എന്ത് ചെയ്യില്ല, ഈ ഖുർആൻ ഓതുമ്പോൾ ഒരു ഹർഫിന് 10 കൂലി എന്നുള്ള കൂലി അവർക്ക് കിട്ടൂല എന്നുള്ളതാണ്. 4-ാമത്തെ മസ്അല, ഖുർആൻ ഓതുന്ന സമയത്ത് തല മറക്കുക എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമോ ഖിറാഅത്ത് ശരിയാകാനുള്ള നിബന്ധനയോ ഒന്നും അല്ല. അപ്പൊ അന്യപുരുഷന്മാരുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, തല മറച്ചാൽ മതി. അല്ലെങ്കിൽ ഖുർആൻ ഓതുമ്പോൾ പ്രത്യേകമായിട്ട് തല മറക്കണം എന്നുള്ള നിബന്ധനയൊന്നും ഇല്ല. 5-ാമത്തെ മസ്അല, മുസ്ഹഫ് ചുംബിക്കുന്നതിന് വിധി എന്താന്നുള്ളതാണ്. മുസ്ഹഫ് ചുംബിക്കുന്നതിന് പ്രത്യേക പുണ്യമൊന്നുമില്ല. പ്രത്യേക പുണ്യം പ്രതീക്ഷിച്ച് ചെയ്യുകയാണെങ്കിൽ അത് ബിദഅത്തായിട്ട് മാറും. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ സ്വഹാബിമാരിൽ നിന്നോ അങ്ങനത്തെ ഒരു സംഗതി വന്നിട്ടില്ല. ഇക്രിമത്ത് ബിൻ അബി ജഹൽ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. ആ റിപ്പോർട്ടിന്റെ വിഷയത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഞാൻ റിപ്പോർട്ട് സ്വീകാര്യയോഗ്യമാണെങ്കിൽ തന്നെ എന്താണ്, അത് മുസ്ഹഫിനോടുള്ള ഒരു ആദരവ്, ഒരു ഇഷ്ടം പ്രകടിപ്പിച്ചെന്നേ ഉള്ളൂ. അത് നബിയിൽ നിന്നോ സഹാബിമാരിൽ നിന്നോ വന്നിട്ടില്ല. അപ്പോൾ അത് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു വിഷയമല്ല. 6-ാമത്തെ മസാല, കേട് വന്ന മുസ്ഹഫിന്റെ പേജുകൾ എന്ത് ചെയ്യണം? അത് ഒരു നിലക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എങ്കിൽ, ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അത് ശരിയാക്കി ഉപയോഗിക്കാണ് വേണ്ടത്. അതുപോലെ തന്നെ അതല്ലാത്ത നിലക്കാണെങ്കിൽ എന്താ, 2 നിലക്ക് നശിപ്പിക്കാൻ നമ്മൾ പറഞ്ഞു. ഒന്നിക്ക് ഒരു കുഴിയെടുത്ത് കുഴിച്ചു മൂടുക, ആളുകൾ ചവിട്ടി നടക്കാത്ത ഒരു സ്ഥലം, വൃത്തിയുള്ള ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് കുഴിച്ചു മൂടുക. അതല്ലെങ്കിൽ കത്തിച്ച് കളയുക. കത്തിച്ച് കളഞ്ഞതിന് ശേഷവും കുഴിച്ചു മൂടുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്, അത് ചവിട്ടി നടക്കാതിരിക്കാനൊക്കെ. പിന്നെ കിടന്നുകൊണ്ട് പാരായണം ചെയ്യുന്നതില്ല, വിരോധമല്ല. മുസ്ഹഫ് ഖുർആൻ ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും നടന്നുകൊണ്ടൊക്കെ പാരായണം ചെയ്യാം. 8-ാമത്തെ മസാല, മൊബൈൽ നോക്കി ഓതുന്നതിലും മുസ്ഹഫ് നോക്കി ഓതുന്നതിലൊക്കെ ഒരേ കൂലിയാണ്. ഓതുന്നുണ്ടോ, നാവും ചുണ്ടും ചലിക്കുന്നുണ്ടോ, അവിടെ തദബ്ബുർ, ഉറ്റാലോചന നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. കൂലിയിൽ ഏറ്റവും വ്യത്യാസമില്ല. പിന്നെ ഖുർആൻ ഫ്രെയിം ചെയ്ത് വെക്കുക, ആയത്തുകൾ ചുമരിൽ തൂക്കുക, അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു സംഗതിയേ അല്ല. ഇനി ഉത്ബോധനം എന്ന നിലക്കാണെങ്കിൽ അനുവദനീയമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഉത്ബോധനം എന്ന് പറഞ്ഞാൽ വായിക്കാനൊക്കെ കഴിയണം. ഇത് വെറുതെ ഒരു അലങ്കാരത്തിന് വേണ്ടി മാത്രം ചെയ്യും. പിന്നെ അത് എന്താണ് അതിൽ എഴുതിയിട്ടുണ്ടെന്നോ ഒന്നും മനസ്സിലാകാത്തൊരു കാര്യം. പിന്നെ മുസ്ഹഫ് രാത്രി നിസ്കാരങ്ങൾ എന്ത് ചെയ്യാം, മുസ്ഹഫ് നോക്കി ഓതാന്നുള്ളതാണ്, അതിൽ വിരോധമില്ല എന്നുള്ളതാണ്. പിന്നെ കുറച്ച് ചോദ്യങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. ഹിഫ്ള് അല്ലാത്തത് ഖത്മ് ചെയ്യാൻ പറ്റുമോ ആർത്തവകാരിക്ക് എന്നുള്ളതാണ്. ആർത്തവകാരിക്ക് അങ്ങനെ ഖത്മ് ചെയ്യുന്നതിൽ എന്തില്ല, വിരോധമില്ല. നമ്മൾ പറഞ്ഞല്ലോ, ആർത്തവകാരിക്ക് ഖുർആൻ പാരായണം ചെയ്യാം, മുസ്ഹഫ് സ്പർശിക്കാതിരുന്നാൽ മതി എന്നുള്ളതാണ്. പിന്നെ പരിഭാഷയിലും ഖുർആൻ ആയത്തില്ലേ, അപ്പോ അത് ഖുർആനായിട്ടല്ലേ പരിഗണിക്കാന്നാണ്. അത് ഖുർആനായിട്ടല്ല പരിഗണിക്കുക. മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ ഖുർആൻ മാത്രമുള്ള ഏടുകളാണ്. ഖുർആൻ മാത്രമുള്ള പേജുകൾക്കാണ് എന്ത് പറയാ, മുസ്ഹഫ് എന്ന് പറയാ. പരിഭാഷയാവുമ്പോ ഇനി ഒരു ഖുർആൻ, അതിൽ ഖുർആന്റെ ആയത്തുകളാണ് കൂടുതൽ, ചെറിയ ചെറിയ ഭാഗങ്ങളെ എന്തുള്ളൂ പരിഭാഷയായിട്ടുള്ളൂ എങ്കിൽ അതെന്തല്ല, അവിടെ നമ്മൾ പരിഗണിക്കേണ്ടത് ഏറ്റവും കൂടുതലുള്ള ഏതാണെന്ന് പരിഗണിക്കേണ്ടത് എന്ന നിലക്കൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞു കാണാം. അപ്പോൾ കൂടുതലും ഖുർആന്റെ ആയത്തുകളാണെങ്കിൽ അവിടെ നമ്മൾ വുദൂവിന്റെ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശുദ്ധിയുടെ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക. മക്കളെ പഠിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ആർത്തവകാരിക്ക്. അതൊക്കെ നമ്മൾ പറഞ്ഞു, നേരത്തെ വിഷയത്തിൽ തന്നെയാണ് അതൊക്കെ വരുന്നത്. ആർത്തവകാരിക്ക് എന്താ ചെയ്യാം, മുസ്ഹഫ് സ്പർശിക്കാതെ ഓതാം. പിന്നെ തജ്വീദോട് കൂടി തന്നെ ഓതണം നിർബന്ധം ഉണ്ടോ എന്നുള്ളതാണ്. തജ്വീദ് പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. എന്നാൽ നിർബന്ധമാണോ എന്ന് വെച്ചാൽ നിർബന്ധമായ ആളുകളുണ്ട്, നിർബന്ധമല്ലാത്ത ആൾക്കാരുണ്ട്. അത് ഓരോരുത്തർക്കും അനുസരിച്ചിട്ടാണ്. തജ്വീദോട് കൂടി തന്നെ ഓതാനാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ തജ്വീദ് ഇല്ലാത്തതുകൊണ്ട് ഖുർആൻ ഓതാത്തൊരവസ്ഥ ഇല്ല. തജ്വീദ് അറിയില്ല, അതുകൊണ്ട് ഞാൻ ഖുർആൻ ഓതുന്നില്ല എന്ന് പറയാൻ പറ്റൂല. ഖുർആൻ ഓതുക, തജ്വീദിന്റെ നിയമങ്ങൾ അതിന്റെ കൂടെ പഠിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ആർത്തവകാരി ഖുർആൻ ഓതുമ്പോഴും ഉറങ്ങാൻ പോകുമ്പോഴും വുളു എടുക്കണമെന്നുള്ളതാണ്. വുളു എടുക്കുന്നത് തെറ്റില്ല, എന്നാൽ വുളു എടുക്കുന്നത് പ്രത്യേക സുന്നത്തോ നിർബന്ധമോ ഒന്നും അല്ല. വുളു എടുത്തു എന്നുകൊണ്ട് ആർത്തവകാരിക്ക് ഒരു മാറ്റം വരാൻ പോകുന്നില്ല. എന്നാൽ ഒരു വുളു എടുക്കാൻ പാടില്ല എന്നില്ല. വുളു എടുക്കൽ ആർത്തവകാരിക്ക് ഹറാമാണെന്നൊന്നുമില്ല, അനുവദനീയാണ്. അങ്ങനെ ഉറങ്ങാൻ പോകുമ്പോൾ പ്രത്യേകിച്ച് വുളു ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അനുവദനീയാണ്. അത് പ്രത്യേകിച്ച് സുന്നത്തോ നിർബന്ധമോ ഒന്നും അല്ല. പണിക്കിടയിൽ ഖുർആൻ എടുത്ത് മാറ്റി വെക്കേണ്ടത് അത്യാവശ്യമാണെങ്കിൽ വുളു നിർബന്ധമാണോ? നമ്മളെപ്പോഴും എന്താ വെച്ചാൽ ഇതൊക്കെ ഒരു ഖുർആനോടുള്ള ഒരു ആദരവാണ്. ഖുർആൻ സ്പർശിക്കുമ്പോൾ വുളുവോട് കൂടി സ്പർശിക്കുക എന്നുള്ളതൊക്കെ ഖുർആനോട് നമ്മൾ കാണിക്കുന്ന ഒരു ആദരവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാ, സ്പർശിക്കുമ്പോൾ ശരിക്ക് വുളുവോട് കൂടി തന്നെ സ്പർശിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലൗവോ അല്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലും തുണിയൊക്കെ വെച്ചിട്ടും സ്പർശിക്കാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. മൊബൈലിൽ ഖുർആൻ ഓതാൻ എന്ത് നിർബന്ധമല്ല, വുളു നിർബന്ധമല്ല. ഖുർആൻ കത്തിക്കുമ്പോൾ വുളു വേണോ? ഖുർആൻ സ്പർശിക്കാനാണ് വുളുവിന്റെ ആവശ്യം, കത്തിക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല. ചെറിയ
ചെറിയ ഖുറാനാണ്, അത് 1-2 ജുസൊക്കെ ഉള്ള ഖുറാനാണ്, അതിന് വുദു വേണോ എന്നുള്ളതാണ്. അതിലൊക്കെ അതാണ് വിഷയം. മുസ്ഹഫ് മാത്രമുള്ള എടുപ്പ്. നബിന്റെ കാലത്ത് എന്താ അല്ലാ യമസ്സൽ ഖുർആന ഇല്ലാ ത്വാഹിർ നബി പറഞ്ഞല്ലോ ഹദീസിൽ. അപ്പൊ അവിടെ ഖുർആൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഖുർആൻ 30 ജുസുള്ള ഒരു ഖുർആൻ നബിന്റെ കാലത്ത് ഇല്ലല്ലോ. അവിടെ എന്താണ് മുസ്ഹഫ് മാത്രമുള്ള ഖുർആൻ മാത്രമുള്ള ഒരു ഏടാണ്. അപ്പൊ ആ ഏട് സ്പർശിക്കാനാണ് എന്ത് വേണമെന്ന് പറഞ്ഞു, ശുദ്ധി വേണമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ 1 ജുസാണെങ്കിൽ 2 ജുസാണെങ്കിൽ ഖുർആൻ മാത്രമാണെങ്കിൽ മുസ്ഹഫ് മാത്രമാണെങ്കിൽ അവിടെയൊക്കെ വുദു വേണമെന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. വുദു എടുക്കുമ്പോൾ തട്ടം നിർബന്ധമാണോ? ഇല്ല, വുദു എടുക്കുമ്പോൾ തട്ടം തല്ല നിർബന്ധമല്ല. വുദു ശരിയാകാനുള്ള നിബന്ധനയൊന്നും അല്ല. അപ്പോ തട്ടമില്ലാതെ ഒരാൾക്ക് എന്ത് ചെയ്യാം, വുദു എടുക്കാന്നുള്ളതാണ്. ഔറത്ത് മറച്ചുകൊണ്ട് തന്നെ വുദു ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരാൾ പൂർണ്ണ നഗ്നനായിട്ട് വുദു ചെയ്താൽ അയാളുടെ വുദു സ്വീകാര്യോഗ്യമാണ്. എന്നാൽ ഏറ്റവും നല്ലത് ഔറത്തൊക്കെ മറച്ചിട്ട് വുദു എടുക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയങ്ങൾ എന്ത് ചെയ്യാം, പിന്നീട് ഒരിക്കൽ ആകാന്നാണ് വിചാരിക്കുന്നത്. ഒരു നോമ്പിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോമ്പിന്റെ ഒരു വിഷയം കൂടി പറഞ്ഞിട്ടുണ്ട്. നോമ്പ് തുടങ്ങുന്ന അന്ന് നാട്ടിലായിരുന്നു, നമുക്കൊരു ദിവസം കഴിഞ്ഞാണ് തുടങ്ങി, പെരുന്നാൾ ഗൾഫിലായിരിക്കും. അതായത് നമ്മൾ ഏത് നാട്ടിലാണ് ആ നാട്ടിലെ കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടത്. നമ്മൾ ഗൾഫിലെത്തുന്ന സമയത്ത് അവിടെ പെരുന്നാളാണെങ്കിൽ നമ്മൾ അവരുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കുക. നാട്ടിലെത്തുന്ന സമയത്ത് ഇവിടെ നോമ്പാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, ജനങ്ങളുടെ കൂടെ നോമ്പെടുക്കുക എന്നുള്ളതാണ്. പിന്നെ അത് ഓരോ നാട്ടിൽ കിട്ടിയ ദിവസങ്ങൾ കണക്കാക്കിയിട്ട് നോറ്റ് വീട്ടേണ്ട അവസ്ഥ വരും. ഇപ്പൊ 2 നാട്ടിൽ 29 കിട്ടി, 2 നാട്ടിലും 30 കിട്ടിയെങ്കിൽ നമുക്ക് 29 കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം, നോറ്റ് വീട്ടേണ്ട ആവശ്യമൊക്കെ വരും. 28 നോമ്പാണ് കിട്ടിയതെങ്കിൽ എന്ത് ചെയ്യണം, ഒരു നോമ്പ് നമ്മൾ നോറ്റ് വീട്ടേണ്ടി വരും. കാരണം മാസം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 29 30 ആണ്. 28 ദിവസം എന്നുള്ള ഒരു മാസം അറിവിലില്ലല്ലോ. അപ്പൊ 29 30 മാസം വരിക. അപ്പൊ അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടി വരിക. ഏതായാലും അല്ലാഹു ആലം. നമ്മുടെ വീഴ്ചകൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കുമ്പോൾ ദിക്ർ പറയുന്നത് തെറ്റുണ്ടോ? അതായത് നമ്മൾ ദിക്ർ പറയുമ്പോൾ എന്താ വെച്ചാൽ പൂർണ്ണ മനസാന്നിധ്യത്തോടു കൂടി പറയാന്നുള്ളതാണ് ഏറ്റവും ശരിയായ കാര്യം. അങ്ങനെ മനസാന്നിധ്യത്തോടു കൂടി ഖുർആൻ ഓതുന്ന ഒരാൾക്കും അല്ലാത്ത ഒരാൾക്കും ഒരേ കൂലിയല്ലല്ലോ. ഖുർആൻ ഓതുന്ന എല്ലാവർക്കും ഒരേ കൂലിയാണോ കിട്ടുക? ഒരിക്കലും അല്ല. ഖുർആൻ ഓതുന്ന എല്ലാവർക്കും ഒരേ കൂലിയല്ല കിട്ടുക. ആ കൂലിയിൽ എന്തുണ്ട്, മാറ്റുണ്ട്. ആ കൂലി എങ്ങനെയാണ്, അത് നിയ്യത്ത് അനുസരിച്ചിട്ടും അവരുടെ തദബ്ബുർ അനുസരിച്ചും മനസാന്നിധ്യം അനുസരിച്ചിട്ടൊക്കെയാണ് ആ കൂലിയും കാര്യങ്ങളൊക്കെ ലഭിക്കുക. അപ്പൊ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ നോക്കുന്നുണ്ട്, അതിന്റെ വീഡിയോ ഇങ്ങനെ കാണുന്നുണ്ട്, അതിന്റെ ഇങ്ങനെ ദിക്റുകൾ ചൊല്ലുന്നുണ്ട് പറഞ്ഞാൽ അതൊരു ശരിയായ രീതിയല്ലല്ലോ. അല്ലാഹു ആലം. അപ്പോ ഇൻഷാ അല്ലാഹ് തൽക്കാലം നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. അള്ളാഹു എന്തെങ്കിലും വീഴ്ചകൾ നമ്മുടെ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ, സൂക്ഷ്മത കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു തരട്ടെ. ഈ ഒരു കൂടിയിരുത്തത്തിന് അള്ളാഹു ഏറ്റവും നല്ല പ്രതിഫലം നമുക്ക് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.